UAE വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ അറ്റസ്റ്റേഷൻ സംവിധാനങ്ങൾ ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങളൊക്കെ വളരെയധികം ലഘൂകരിച്ച് നമ്മുടെ ഡിജിറ്റൽ രേഖകൾ, ഇലക്ട്രോണിക് രേഖകൾ അറ്റസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പരീക്ഷണാടിസ്ഥാനത്തിലാണ് UAE വിദേശകാര്യ മന്ത്രാലയം ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ആരംഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം പ്രാബല്യത്തിൽ വരുന്നതോടെ നേരത്തെ 8 ഘട്ടങ്ങളൊക്കെ വേണ്ടി വന്നിരുന്ന അറ്റസ്റ്റേഷൻ നടപടിക്രമങ്ങൾ 3 ഘട്ടങ്ങളായും 2 നടപടിക്രമങ്ങൾ ഒന്നായും ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. QR കോഡ്, ബാർ കോഡ് അല്ലെങ്കിൽ റഫറൻസ് നമ്പർ എന്നിവയുള്ള ഡിജിറ്റൽ രേഖകൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സംവിധാനം വഴി സാക്ഷ്യപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് www.mofa.gov.ae വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് ആണ്. ഇതുവഴിയോ UAE MOFA സ്മാർട്ട് ആപ്പ് വഴിയോ ഡിജിറ്റൽ ID UAE പാസ് ഉപയോഗിച്ച് അപേക്ഷിക്കാം. UAE നിന്നുള്ള രേഖകൾ ഇവിടെയും വിദേശത്തുള്ള UAE എംബസികൾ വഴിയും ഒരേ സമയം സാക്ഷ്യപ്പെടുത്താൻ ഈ സംവിധാനത്തിലൂടെ കഴിയും എന്നുള്ളതാണ്. ഒരപേക്ഷയിൽ നിങ്ങൾക്ക് 5 രേഖകൾ വരെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സേവനമാണ്. അതിനാൽ 2 പ്രവൃത്തി ദിവസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാകും. രേഖകളിലെ സീലുകളുടെയും ഒപ്പുകളുടെയും ആധികാരികത ഉറപ്പുവരുത്താൻ ഈ ഡിജിറ്റൽ സംവിധാനം എല്ലാവർക്കും സഹായകമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രേഖകളുടെ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വ്യാജന്മാരെ തടയുക, രേഖകളുടെ ആധികാരികത കൃത്യമായി ഉറപ്പാക്കുക, നടപടിക്രമങ്ങൾ വളരെ ഈസി ആയിട്ട് നടക്കും എന്നുള്ളതിനാൽ ഒരുപാട് പേർക്ക് പ്രയോജനകരമാകുന്നതാണ് UAE വിദേശകാര്യ മന്ത്രാലയം കൊണ്ടുവന്നിരിക്കുന്ന ഡിജിറ്റൽ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റി. അത് ഇന്നു മുതലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടക്കമാവുക. ആഗോള സംരംഭക റാങ്കിങ്ങിൽ നിക്ഷേപകർക്ക് ഇവിടെ എത്തി അവരുടെ പുതിയ സംരംഭം തുടങ്ങാൻ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ഉറപ്പാക്കുന്ന കാര്യത്തിൽ UAE വീണ്ടും 1ാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നതാണ് ഇനി പറയാനുള്ളത്. തുടർച്ചയായ 5ാം തവണയാണ് ഇതുമായി ബന്ധപ്പെട്ട പട്ടികയിൽ UAE 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും നികുതി നയവും ഉദ്യോഗസ്ഥ ഇടപെടലുകളും സർക്കാർ സംരംഭകത്വ പ്രോഗ്രാമുകളും ഗവേഷണ വികസന കൈമാറ്റങ്ങളും എളുപ്പത്തിലുള്ള വിപണി പ്രവേശനം, സംരംഭകത്വ ബോധവൽക്കരണം തുടങ്ങിയവ ഉൾപ്പെടെ 8 മേഖലകളിൽ ഉയർന്ന വരുമാനമുള്ള സമ്പദ് വ്യവസ്ഥകളിൽ UAE 1ാമതാണെന്നാണ് ഇത് സംബന്ധിച്ച ഗ്ലോബൽ ഓന്റർപ്രണർഷിപ്പ് മോണിറ്റർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും നൂതനമായ സംരംഭങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി UAEയിൽ ഏറ്റവും മികച്ച അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലിൽ പറയുകയും ചെയ്യുന്നുണ്ട്. UAEയിൽ അടുത്ത കാലത്തായി പെയ്ത മഴയുടെ തീവ്രത ശ്രദ്ധിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ അതിതീവ്രമായ മഴയും മറ്റ് സ്ഥലങ്ങളിൽ അത്ര കാര്യമായിട്ടുള്ള മഴയില്ല, ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നതേയില്ല എന്ന തരത്തിലുള്ള പാറ്റേണുകൾ ഇതിനകം പലരും ശ്രദ്ധിച്ചിരിക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ക്ലൗഡ് സീഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നത്. കാലാവസ്ഥാ കേന്ദ്രം ഇപ്പൊ പറയുന്നതനുസരിച്ച് ഈ വർഷം ഇതുവരെ UAEയിൽ 80-ലധികം ക്ലൗഡ് സീഡിംഗ് ദൗത്യങ്ങൾ നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഴ വർദ്ധിപ്പിക്കാനും ഭൂഗർഭജലത്തിന്റെ സംഭരണം ശക്തിപ്പെടുത്താനും ദീർഘകാല ജലസുരക്ഷ മെച്ചപ്പെടുത്താനുമുള്ള ദേശീയ നയത്തിന്റെ ഭാഗമായിട്ടാണ് ക്ലൗഡ് സീഡിംഗ് ദൗത്യങ്ങൾ നടപ്പാക്കുന്നത്. മഴമേഘങ്ങളെ ലക്ഷ്യമിട്ട് പരിമിതമായ അളവിൽ മാത്രമാണ് ക്ലൗഡ് സീഡിംഗ് നടത്താനാവുന്നതെന്ന് കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അൽ അബ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അനുയോജ്യമായ സാഹചര്യങ്ങളിൽ ഈ വർഷം മുഴുവനും ക്ലൗഡ് സീഡിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടരുമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. ഓൺലൈൻ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഓരോ ദിവസവും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ് ദുബായ് പോലീസ് സംവിധാനവും UAEയുടെ പോലീസ് സംവിധാനവും നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ദുബായ് കോടതി 3 പേരെയാണ് ശിക്ഷിച്ചത്. 2 മാസത്തെ തടവിനും 5 ലക്ഷം ദിർഹത്തിലധികം പിഴ 3 പേരും കൂടി സംയുക്തമായി അടയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശിക്ഷാ കാലാവധി കഴിയുന്നതോടെ ഇവരെ നാട് കടത്താനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വ്യാജ ഓൺലൈൻ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലാണ് ഇവർ അറസ്റ്റിലായത്. 2026 ജനുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടാവുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സർവീസ് ആണെന്ന് കരുതി ഒരു ഉപഭോക്താവ് ഒരു വ്യാജ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടിയാണ് സംഭവത്തിന്റെ തുടക്കം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ഉടൻ തന്നെ ഒരു വാട്സപ്പ് ചാറ്റിലേക്കാണ് ഈ ലിങ്ക് അയാളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സർവീസിലെ ഉദ്യോഗസ്ഥനാണ് നിങ്ങളുടെ കംപ്ലൈന്റ് സ്വീകരിക്കാനും അതുമായി ബന്ധപ്പെട്ട പേയ്മെന്റ് നടപടികൾക്കുമായി അയാൾ കുറേയധികം ഡോക്യുമെന്റുകൾ ആവശ്യപ്പെട്ടു. ബാങ്ക് രേഖകളും വ്യക്തിഗത വിവരങ്ങളും അടക്കം ആവശ്യപ്പെട്ടു. പെട്ടെന്ന് സംശയം തോന്നാതിരുന്നത് കാരണം ഇയാൾ അതെല്ലാം കൊടുത്തു. പക്ഷേ ഇനിഷ്യൽ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ അയാൾ അടച്ചുള്ളൂ എന്നാണ് ഇയാൾ പറയുന്നത്, ഒരു സംശയത്തിന്റെ പേരിൽ. പക്ഷെ വലിയ രീതിയിലുള്ള തുക, ഏകദേശം ഒരു 6 ലക്ഷത്തിലധികം ദിർഹം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെടുന്ന സാഹചര്യം പിന്നീടുണ്ടായി. തുടർന്നാണ് ഈ വ്യക്തി അതോറിറ്റീസിനെ സമീപിക്കുന്നത്. അതോറിറ്റീസ് നടത്തിയ തുടർ നടപടികളിലാണ് 3 പേരെ പിടികൂടുന്നതും നിയമ നടപടികൾക്ക് മുമ്പിൽ ഇവരെത്തുന്നതും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
പോലീസ് ആവർത്തിച്ചു പറയുന്നത് നിങ്ങളെ വിശ്വസിപ്പിക്കാവുന്ന തരത്തിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്കിങ് വിവരങ്ങളും വ്യക്തിഗത വിവരങ്ങളും ഓൺലൈൻ സംവിധാനത്തിലൂടെ ആവശ്യപ്പെടുമ്പോൾ ഒരുപാട് ജാഗ്രത പുലർത്തണം. വ്യാജ ലിങ്കുകളിൽ ഇത്തരം ലിങ്കുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത് എന്നതടക്കമുള്ള സംവിധാനങ്ങൾ പോലീസ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തട്ടിപ്പുകൾ നടന്നാൽ ഉടൻ തന്നെ പോലീസ് സംഘങ്ങളുമായി ബന്ധപ്പെടാൻ മടിക്കരുത് എന്നുള്ളൊരു കാര്യവും ദുബായ് പോലീസ് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്.